എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്താണ് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തത് പാകിസ്ഥാൻ എവിടെയാണ് ആണവോർജ്ജം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ കിരാന ഹിൽസിലെ ബ്രഹ്മോസ് പൊട്ടിച്ചപ്പോൾ അതിന് 4 വിൻഡോയിൽ കയറി, ഏകദേശം 8ഓളം വിൻഡോ ഉണ്ട് അതിന്. ആ 4 വിൻഡോയിൽ കയറി ഇന്ത്യ ബ്രഹ്മോസ് പൊട്ടിച്ചു. അപ്പോഴാണ് ശരിക്കും അമേരിക്ക പോലും ഞെട്ടി. അതായത് ഇവർ കറക്റ്റ് എങ്ങനെ മനസ്സിലായി, അതായത് അപ്പോൾ അമേരിക്കക്കും ചെറിയ പങ്കുണ്ട് ഈ ആണവോർജ്ജം പാകിസ്ഥാൻ ഇവിടെ സൂക്ഷിച്ച് വെക്കുന്നതിൻ്റെ ഒരു പങ്ക് അമേരിക്കയുടെ ആണെന്നും ചില ടോക്കുകളുണ്ട്. അമേരിക്ക പോലും ഞെട്ടിപ്പോയി. അതായത് അമേരിക്കക്കും പാകിസ്ഥാനും മാത്രം അറിയുന്ന, പാകിസ്ഥാനിലെ എല്ലാ മേധാവികളും എല്ലാ സൈനികർക്കുമല്ല, അതായത് ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രം, 1-2 മാത്രം ആൾക്കാർക്കും അമേരിക്കക്കും അറിയുന്നൊരു കാര്യമാണ് ഈ കിരാന ഹിൽസിൽ ആണവോർജ്ജമുള്ളത്. പക്ഷേ ഇന്ത്യ കറക്റ്റ് അവിടെ പൊട്ടിച്ചു. അതിനടുത്തുള്ള നൂർഖാൻ എയർബേസ് അതും ചാമ്പലാക്കി. ശരിക്കും അവിടെ ഈ നൂർഖാൻ എയർബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു സാധനമായിരുന്നു. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഇന്ത്യ അണുവായുധം കൊണ്ട് അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഈ കിരാന ഹിൽസിനോട് ചേർന്ന നൂർഖാൻ എയർബേസ് എന്നാണ് ലോഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നൂർഖാൻ എയർബേസിൽ അതും തകർത്തു. അതിനുശേഷമാണ് ഈ കിരാന ഹിൽസിൽ പൊട്ടിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നൂർഖാൻ എയർബേസ് ഇപ്പോഴും അവിടെ ഫുൾ അതിൻ്റെ സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അമേരിക്കക്കാരാണ് എന്നൊരു ടോക്കുണ്ട്. അത് ചില വിദേശ മാധ്യമങ്ങൾ, പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ ഈ വിവരം ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഇസ്രയേൽ അമേരിക്കയ്ക്ക് ഒരു ഒഫീഷ്യലായിട്ട് ഒരു വാർണിംഗ്, ഒരു മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്. ഉടൻ തന്നെ ഈ കിരാന ഹിൽസിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആണവോർജ്ജത്തിൻ്റെ അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ അമേരിക്ക ഏറ്റെടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഗസ സിറ്റി പിടിച്ച ഉടനെ തന്നെ ഇത് അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുമെന്ന്. അപ്പോൾ ഇതിന് ഇസ്രയേൽ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ച ഒരു ഘടകമുണ്ട്. അതായത് ഈ അടുത്ത കാലത്താണ് ഈ അറബ് രാജ്യങ്ങളൊക്കെ ചേർന്നിട്ട് വലിയ രീതിയിലുള്ള ഒരു സംവിധാനം ഖത്തറിലെ ദോഹയിൽ വെച്ച് നടക്കുകയുണ്ടായി. അപ്പോൾ അവിടെ ഒരു വലിയ ഇതിന് ആശയം ഉയർന്നു, അറബ് നാറ്റോ സഖ്യം വരണം. അതായത് അറബ് രാജ്യങ്ങൾ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമ്മളെല്ലാവരും കൂടി അവരെ ആക്രമിക്കുന്ന ഒരു സംഭവം വരണം എന്നുള്ള ഒരു വലിയ രീതിയിലെ ചർച്ച വന്നു. അപ്പോൾ ഇറാനും തുർക്കിയൊക്കെയാണ് അതിന് മുന്നിട്ടിറങ്ങിയത്. അത് അത്തരത്തിലൊരു ആശയം. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതെന്ന് വെച്ചാൽ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വലിയ ഉടമ്പടി സൈൻ ചെയ്യുന്നു. ആ ഉടമ്പടി സൈൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ആരെങ്കിലും അറ്റാക്ക് ഈ 2 രാജ്യങ്ങൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ നേരെയുള്ള ആക്രമണമായി കണക്കാക്കി ആ 2 രാജ്യങ്ങളും ആക്രമിച്ച രാജ്യത്തെ തിരിച്ചാക്രമിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലോസ്. അപ്പോൾ എന്തിനാണ് ഈ അടിപിടി, ഗുണ്ടാപ്പണിയും തീവ്രവാദം, ബോംബൊക്കെ നടക്കുന്ന പാകിസ്ഥാനായിട്ട് സൗദി എന്തിനാണ് ഒഫീഷ്യലായിട്ട് ഒരു ഇത് സൈൻ ചെയ്തത്? ശരിക്കും വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ സൗദിക്ക് പാകിസ്ഥാനായിട്ട് ഒരു ഇൻഫോർമൽ റിലേഷൻ ഉണ്ട്. ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും പാകിസ്ഥാനിലെ ഒരു കൂലിപ്പട്ടാളമാരിയാണ്. എന്താ പറയുക, പാകിസ്ഥാൻ്റെ കുറേ സൈനികർ ഇപ്പോഴും സൗദിയിലേക്കുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ സൗദിയിലേക്ക് ജീവിക്കുന്നവർക്ക് മനസ്സിലാവും. ശരിക്കും സൗദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാകിസ്ഥാൻ മുസ്ലിങ്ങളെയും ഇന്ത്യൻ മുസ്ലിങ്ങളും അവർ മുസ്ലിങ്ങളായിട്ട് പോലും കാണുന്നില്ല. അവരുടെ അടിമകളായിട്ടാണ് കാണുന്നത്, ഒരു അടിമ ആൾക്കാർ. അപ്പോൾ ഈ പാകിസ്ഥാൻ ഒരു കൂലിപ്പട്ടാളത്തിൻ്റെ മാതിരിയാണ് എന്താ പറയേണ്ടത് ഈ സൗദി അറേബ്യക്കാർ അവിടെ വെച്ച് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പണ്ടേ അങ്ങനെയുള്ള ചില പാകിസ്ഥാൻ ആർമി ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇൻഫോർമലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ ആണവോർജ്ജം ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ ഒരാഴ്ചത്തെ, ഒരു മാസത്തെ, ഒരു വർഷത്തെ എഫേർട്ടല്ല. നമുക്കറിയാം ഇറാൻ്റെ കേസിന് ഏകദേശം 10-30 വർഷത്തോളം ഒരു റിസർച്ച് നടത്തി അങ്ങനെയുള്ള എഫേർട്ട് ഇട്ടാലും മാത്രമേ ഈ ആണവോർജ്ജമൊക്കെ നിർമ്മിച്ചെടുക്കാൻ പറ്റൂ. അപ്പോൾ പാകിസ്ഥാന് അന്ന് തൊട്ടേ ഇതിന് സാമ്പത്തികമായ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സൗദി തന്നെയാണ്, ഈ സൗദിയും അമേരിക്കയും ഒരു ചെറിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൗദി തന്നെയാണ് നല്ല രീതിയിലുള്ള ഫണ്ട് ഈ ആണവോർജ്ജം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാന് വേണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉടമ്പടി പ്രകാരം അതിൻ്റെ ഓണർഷിപ്പ് ഫുൾ സൗദിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് സൗദി കളിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ പാകിസ്ഥാൻ വേണമെങ്കിൽ ഇറാനും കൊടുക്കാം, ഈ ആണവോർജ്ജം ഇറാനും കൊടുക്കാം, വേണമെങ്കിൽ തുർക്കിക്കും കൊടുക്കാം. അത് തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. അത്തരത്തിൽ ഈ ഇറാൻ്റെ പക്കലും തുർക്കിയുടെ പക്കലും ഈ ആണവോർജ്ജം എത്താൻ പാടില്ല. പക്ഷേ സൗദി അറേബ്യ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും. സൗദി അറേബ്യ അതിൻ്റെ ഓണർഷിപ്പ് ഫുൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒഫീഷ്യലായിട്ട് ഇങ്ങനെ ഒരു കരാർ സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവർ പലപ്പോഴും വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഒളിഞ്ഞും പാത്തും ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴെന്തിനാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു പരസ്യമായിട്ടൊരു കരാറിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറബ് ഉച്ചകോടി നടന്നില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വേണമെന്ന് നിങ്ങൾ പറയാം. അതായത് പെട്ടെന്ന് അതിൻ്റെ ഓണർഷിപ്പ് സൗദിയിലേക്ക് കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തിയിട്ട് ഇസ്രയേലിനെതിരെ തിരിക്കാൻ വേണ്ടിയിട്ടും ഇറാനിൻ്റെ കൈവശം എത്തിക്കാൻ വേണ്ടിയിട്ടും തുർക്കിയുടെ കയ്യിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമം നടത്തുന്നത്. അപ്പോൾ അത് മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു, അതായത് അമേരിക്കയ്ക്ക് ഒരു മെസ്സേജ് കൊടുത്തത്, എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഏറ്റെടുത്തില്ല, അതായത് നിങ്ങളെ വരുതിയിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾക്ക് അടിക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ ഗസ സിറ്റിയിൽ ഇപ്പോൾ വലിയ രീതിയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അന്തിമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങളോടൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റൂട്ട് മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങോട്ടാണ് ഒഴിഞ്ഞു പോകേണ്ടത്. 2-3 ദിവസങ്ങളിൽ ഗസ സിറ്റി അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഇസ്രയേൽ ഏറ്റെടുക്കും. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഇസ്രയേൽ അവിടെ വലിയൊരു ആയുധ ഫാക്ടറി, ഒരു ആയുധ നിർമ്മാണശാല, ന്യൂ ജനറേഷൻ ആയുധ നിർമ്മാണശാല നിർമ്മിക്കും എന്നുള്ള ഒരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ
ഈ പാകിസ്ഥാൻ ഇത് ഗസ സിറ്റി പിടിച്ച ഉടനെ തന്നെ ഇത് ഇവിടെ കയറി അറ്റാക്ക് ചെയ്യാനും കിരാന ഹിൽസിൽ കയറി പാകിസ്ഥാനിൽ കയറി അടിക്കാനുമാണ് ഇസ്രായേലിൻ്റെ പദ്ധതി. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക, അതിന് മുന്നേ തന്നെ ഇപ്പം ഖത്തറിൽ കയറി അടിച്ചില്ലേ, ഇപ്പം ഖത്തറിൽ അമേരിക്കക്ക് ഇതുണ്ട്, ഇതൊക്കെ ഉണ്ട്, അവിടെ സൈനിക കേന്ദ്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഖത്തറിലുണ്ട്. അപ്പോൾ ഖത്തർ ഇത്ര നാളും വിചാരിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എടോ ഞങ്ങളുടെ രാജ്യത്ത് അമേരിക്കയുടെ സൈനിക താവളമുണ്ട്, അപ്പോൾ ഇവിടെ കയറി ആരും അറ്റാക്ക് ചെയ്യില്ല, ഞങ്ങളുടെ പ്രൊട്ടക്ഷൻ അമേരിക്കയാണ്, ലോക പോലീസായ അമേരിക്ക ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആരും ഒന്നും ഒരു ചുക്കും ചെയ്യില്ല എന്ന് ഇത്ര നാളും വിചാരിച്ചിരുന്നതാണ്. എന്നിട്ട് ഖത്തർ അവിടെ കയറി അടിച്ചിട്ട് ഇസ്രായേൽ കയറി ഖത്തറിൽ കയറി അടിച്ചപ്പോൾ അമേരിക്ക ഒരു അക്ഷരം ഉരിയാടിയില്ല. അപ്പോഴാണ് മനസ്സിലായി, ഖത്തറിന് മനസ്സിലായി അമേരിക്ക അധികം നമ്പാൻ കൊള്ളില്ല എന്ന്. അപ്പോൾ നിവൃത്തികോട് കൊണ്ടാണ് ഈ ഖത്തർ എന്താണ്ട് അമേരിക്കക്കാർ ഇപ്പം തീരെ വിശ്വസിക്കുന്നില്ല, നിവൃത്തികോടുകൊണ്ടാണ് ഇപ്പോഴും അവരെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ട് അറബ് ലോകത്ത് വലിയൊരു ഇൻസെക്യൂരിറ്റി ഫീൽ വന്നിട്ടുണ്ട്. അതായത് അമേരിക്ക ഒരിക്കലും ഈ അറബ് രാജ്യങ്ങളൊന്നും ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതായത് അമേരിക്ക എപ്പോഴും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാരെ താങ്ങി നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ അറബ് രാജ്യങ്ങൾക്കൊക്കെ മനസ്സിലായി, ഈ അമേരിക്ക ഒരു കാലത്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല, അമേരിക്കക്ക് അവരുടെ ഇൻട്രസ്റ്റ് മാത്രമാണ്, അവരുടെ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന ഇതായിട്ട് പോകുന്നത്, അവരെപ്പോഴും ഇസ്രായേലിൻ്റെ കൂടെയാണെന്നുള്ള ഒരു ഇത് അറബ് രാജ്യങ്ങൾക്ക് വന്നിരുന്നു. ആ ഒരു ഇത് തന്നെയാണ് ഇപ്പോൾ ഖത്തറിലെ ദോഹയിൽ അവസാനിച്ച അറബ് ഉച്ചകോടിയിൽ GCC രാജ്യങ്ങളുടെയും മറ്റു ഇസ്ലാമിക രാജ്യങ്ങളുടെയൊക്കെ വലിയൊരു ഉച്ചകോടിയിൽ ഇത്തരത്തിലുള്ളൊരു ആശയം ഉയർന്നു വന്നത്. അപ്പോൾ ആണവോർജ്ജം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പാകിസ്ഥാനെ എന്താ പറയുക മുൻനിർത്തിയിട്ടാണ് ഇപ്പം കളിക്കാൻ പോകുന്നത്. ഇപ്പം അതുകൊണ്ട് തന്നെയാണ് സൗദി പെട്ടെന്ന്, അതായത് ഇൻ കേസ് ഫ്യൂച്ചറിൽ അമേരിക്കയായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ പോലും അതിൻ്റെ പ്രൊട്ടക്ഷൻ അവരുടെ ഭാഗം ഒരു പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ എന്താ പറയുക അവർ ഒരു വലിയൊരു ശക്തിയായി നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാകിസ്ഥാനായിട്ടുള്ള ഒരു ഉടമ്പടി പരസ്യമായിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി സൗദി അറേബ്യ ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ ആ ആണവോർജ്ജം എന്തുകൊണ്ട് സൗദിയിലേക്ക് കൊണ്ടുവരുമോ, അവരെന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനോ പരിപാടി. അപ്പോൾ അതിനു മുന്നേ ഇസ്രായേലിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അതിൻ്റെ ഫുൾ ഓണർഷിപ്പ് ആക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഇനി സൗദിയിലോട്ട് ആണവോർജ്ജം മൊത്തം എടുത്തിട്ട് സൗദിയിലേക്ക് മാറ്റുന്നത് വരെ അതിന് മുന്നേ തന്നെ സൗദി അതാണ് പ്ലാൻ ചെയ്യുന്നത്. അതിന് മുന്നേ തന്നെ അമേരിക്ക അതിൻ്റെ ഫുൾ ഓണർഷിപ്പ് ഏറ്റെടുക്കണം, ഇല്ലെങ്കിൽ പണി പാളും, ഞങ്ങൾ കയറി അടിക്കുന്നതിൽ ഒരു ക്ലിയർ മെസ്സേജ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരും. അമേരിക്കക്ക് ഇസ്രായേൽ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ട്രംപ് എന്താ പറയുക തലതിരിഞ്ഞ ഒരു ആളാണല്ലോ, അയാളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ. അതായത് പാകിസ്ഥാനായിട്ട് മുമ്പൊക്കെ എപ്പോഴും ഈ പാകിസ്ഥാനായിട്ട് അമേരിക്ക ഇടപെടുമ്പോഴും അവർ സഹായിക്കുമ്പോഴും എപ്പോഴും ആ ഒരു ഗ്യാപ്പ് വെച്ചിട്ടായിരുന്നു, എപ്പോഴും ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രംപ് പാകിസ്ഥാൻ അമിത വിശ്വാസത്തിലെടുക്കുന്നു. അതായത് അദ്ദേഹത്തിന് ബിസിനസ്സാണ്, അതായത് ട്രംപിൻ്റെ ക്രിപ്റ്റോ കറൻസി പാകിസ്ഥാനിൽ ഭയങ്കര രീതിയിലുള്ള കാശ് കൊയ്യുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ബിസിനസ് താല്പര്യം മുൻനിർത്തി മാത്രമാണ് ഇപ്പോൾ ട്രംപ് പാകിസ്ഥാനെ വളരെ രീതിയിൽ വിശ്വാസത്തിലെടുക്കുന്നത്. അപ്പോൾ ഇസ്രായേലിന് ആവശ്യം ഇത് തന്നെയാണ്. പെട്ടെന്ന് ഈ സൗദിയുടെ കയ്യിലെത്തുന്നതിന് മുന്നേ തന്നെ ഈ സാധനം അമേരിക്ക ഏറ്റെടുത്തില്ലെങ്കിൽ പണി പാടുന്നൊരു ക്ലിയർ മെസ്സേജാണ്. കഴിഞ്ഞ ദിവസം തന്നെ നെതന്യാഹു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഒരു രാജ്യത്തിനും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ജീവിക്കുന്നത്. അത് അമേരിക്കയ്ക്കുള്ള ക്ലിയർ മെസ്സേജായിരുന്നു. അതായത് ഒരു രാജ്യത്തും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ജീവിക്കുന്നത്. ഞങ്ങളിപ്പം ഗസ സിറ്റിയിലൊക്കെ വലിയൊരു വലിയൊരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രി തന്നെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ജനറേഷൻ, ഇതുവരെ ലോകം കാണാത്ത തരത്തിലുള്ള ന്യൂ ജനറേഷൻ ആംസ് ആയിരിക്കും അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ലോകത്തിൻ്റെ യുദ്ധക്രമങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ബോംബിങ്ങും മറ്റ് വെടിവെപ്പും ബുള്ളറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാകില്ല. അതിന് പകരം പുതിയ സംഭവങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇസ്രായേൽ എന്തൊക്കെയോ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ പക്കൽ വലിയൊരു പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു സാധനമാണ് വലിയൊരു പൊട്ടൻഷ്യലുള്ള ഒരു സാധനമാണ് കഴിഞ്ഞ ദിവസം അവർ ലോകത്തിന് മുമ്പ് കാണിച്ചിരുന്നത്. അയൺ ലേസർ ബീം എന്ന് പറയുന്ന സാധനം. അതെന്ന് വെച്ചാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതിന് ഒരുപാട് എന്താ പറയുക, അത് വലിയൊരു കടലിൽ ഒരു ഡ്രോപ്പ് വെള്ളം മാത്രമാണ്. അപ്പോൾ ഇനിയും ഒരുപാട് അതിൻ്റെ പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇസ്രായേൽ അതൊക്കെ എന്തുകൊണ്ട് ഓൾറെഡി അവർ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഇതൊക്കെ മുൻനിർത്തിയിട്ട് തന്നെയാണ് അമേരിക്കക്ക് അതായത് അമേരിക്ക ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങളെ സ്വന്തം കാലിൽ നിന്ന് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പ്രാപ്തിയുണ്ട് എന്ന് ക്ലിയർ മെസ്സേജ് പോയിരിക്കുകയാണ്. അപ്പോൾ അമേരിക്ക ഏത് തരത്തിലാണ് ഈ എന്താ പറയുക ഇസ്രായേൽ കൊടുത്ത ഒരു മെസ്സേജ് അവരെങ്ങനെ കൈകാര്യം ചെയ്ത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതായത് അവിടെ കിടക്കുന്ന കിരാന ഹിൽസിൽ കിടക്കുന്ന ആണവോർജ്ജം സൗദിയുടെ പക്കലെത്തുന്നതിന് മുന്നേ തന്നെ ഇവരുടെ ഓണർഷിപ്പ് അമേരിക്ക ഏറ്റെടുത്തില്ലെങ്കിൽ പണി അമേരിക്കക്ക് കൂടിയാവും. പക്ഷേ ഇസ്രായേൽ അത്ര രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെയാലും അവരുടെ കയ്യിൽ ഒരു പ്രശ്നമില്ലാതെ ഇവരുടെ ആണവോർജ്ജം ഡിഫ്യൂസ് ചെയ്യാനും എന്താ പറയുക മൊത്തം തീർക്കാനുള്ള സെറ്റപ്പ് ഇവരുടെ കൈവശം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങളവിടെ കയറി അടിക്കും, ആണവോർജ്ജം തീർക്കുന്നില്ല, നശിപ്പിക്കുന്നില്ല, ഒരു ക്ലിയർ മെസ്സേജ് ഇസ്രായേൽ പരസ്യമായി കൊടുത്തിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വരും ദിവസങ്ങളിൽ അമേരിക്ക ഈ കിരാന ഹിൽസിൽ സൂക്ഷിച്ച ആണവോർജ്ജത്തിൻ്റെ ഫുൾ ഓണർഷിപ്പ് ഏറ്റെടുക്കുക, അല്ല ഇസ്രായേൽ കയറി അവിടെ അടിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.